ഹായ് ഗേസ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോന്നി എക്കോ ടൂറിസത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കോന്നി ഫെസ്റ്റ് നടക്കുന്നുണ്ട്, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം നമുക്കവിടെ ടൈം എന്ന് പറയുന്നത് 3 മണി മുതലാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അത്രയും ടൈം ഞങ്ങളൊരു 2 മണി ആയപ്പോഴേക്ക് വന്നു. അപ്പോൾ ആ ടൈം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി. മ്യൂസിയം ആനക്കൂടും ഒക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ഇവിടെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, അപ്പം ഞങ്ങൾ അവിടേക്ക് വന്നിരുന്നു. അപ്പോൾ കനിമോൻ ഇവിടെയൊക്കെ കളിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ അവൾ കുറച്ച് നേരം ഇവിടേക്ക് ഒന്ന് കളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു 3 മണി ആകുമ്പോഴേക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുത്തു. ഗെയ്സ്, അങ്ങനെ ഞങ്ങൾ കോന്നി പ്രമാട ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ആൾക്കാരൊന്നും അധികം ഇല്ല, കാരണം ഇത് ഓപ്പൺ ആക്കിയതേ ഉള്ളൂ. 3 മണി തൊട്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത്. 3:30 ആയപ്പോഴേക്കും ഞങ്ങൾ എത്തി. പിന്നെ ഇവിടെ പാസ് എന്ന് പറയുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊന്നും പാസ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു നേരത്തെ വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു, കാരണം തിരിച്ച് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ നേരത്തെ വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഞങ്ങൾ ആദ്യമേ തന്നെ ഫസ്റ്റ് തന്നെ വന്നപ്പോൾ കണ്ടത് നമ്മുടെ പഴയകാല മിഠായികളാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂൾ ലൈഫിലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗ്യമിഠായി, നാരങ്ങ മിഠായി, പുളിയച്ചാറ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മിഠായികളൊക്കെ വാങ്ങി കഴിക്കാറുണ്ടായിരുന്നല്ലേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ തിരിച്ച് നമ്മളെ പഴയകാല ഓർമ്മകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്കൂൾ ലൈഫൊക്കെ ഒന്ന് ചിന്തിച്ചു പോയി കേട്ടോ. ഞങ്ങൾ കനിമോൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആൾക്കതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് നല്ല വെറൈറ്റി അച്ചാറുകളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ പോലും കണ്ടിട്ടില്ല ഇത്രയും തരം അച്ചാറുകൾ. ഇതെൻ്റെ ഒരു ക്രേസാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. ഇവിടെ അക്വേറിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനെ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഓൾറെഡി വീട്ടിൽ മീനുണ്ട്. അപ്പം ഞാൻ എന്തായാലും വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് ചത്തു പോകുന്നുള്ള പേടി കൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ അതേ കണ്ടില്ലേ, എലിക്കുഞ്ഞുങ്ങൾ കിടക്കുന്ന കണ്ടില്ലേ. ഇതിന് നമ്മൾ വീട്ടിൽ വളർത്തുന്ന എലിയാണ്. ശരിക്കും പറഞ്ഞാൽ 500 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. പിന്നെ ഇവിടെ മുയലുണ്ടായിരുന്നു, ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ നാടൻ പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഭയങ്കര കരച്ചിലാണ് കിടന്ന്. ഇതിനെല്ലാം വിൽക്കാൻ വെച്ചേക്കുകയാണ്. ഇത് കണ്ടില്ല, ഭയങ്കര കളിയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. ഇവിടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിലേക്ക് കയറി. ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇവിടെ ആളുകളൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 5 മണി കഴിഞ്ഞിട്ട് ആളുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇവിടെയൊക്കെ കണ്ടിട്ടൊന്ന് പോവാമെന്ന് കരുതി. പിന്നെ ഞങ്ങൾ ഇവിടെ ചെടികളൊക്കെ വിൽക്കുന്ന ഭാഗത്തേക്ക് വന്നു. അപ്പം വെറൈറ്റി ഫ്ലവേഴ്സാണ് ഇവിടെയുള്ള, വെറൈറ്റി ചെടികളാണ് ഇവിടെ. നല്ല ഭംഗിയാണ് കേട്ടോ, ഓരോ പൂ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം നമുക്കിവിടെ വളരെ കുറച്ച് വില മാത്രമേ ഉള്ളൂ, 50 രൂപ 100 രൂപ വില മാത്രമേ ഉള്ളൂ. ഗെയ്സ്, അങ്ങനെ ഞങ്ങൾ 2 ചെടികളൊക്കെ വാങ്ങി തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.